ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു ലോ ഇൻവെസ്റ്റ്മെന്റ് കാർ വാഷ് സെറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്നതിനെ കുറിച്ചാണ്. വളരെ ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് ഒരു കാർ വാഷ് ബിസിനസ് അല്ലെങ്കിൽ കാർ വാഷ് സെന്റർ സെറ്റപ്പ് ഒരു വർക്ക് എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടുള്ള വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. This is Iqbal Uzo. Welcome back to my new video. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ കാർ വാഷ് ബിസിനസ് കുറിച്ച്. അപ്പൊ നിങ്ങൾ ഒരു പക്ഷേ വിചാരിക്കുന്നുണ്ടാവും എങ്ങനെ നമുക്ക് ലോ ഇൻവെസ്റ്റ്മെന്റ് കാർ വാഷ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച്. കാരണം ഒരു കാർ വാഷ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ബിൽഡിംഗ് സെറ്റപ്പ് വേണം. 4000 to 5000 സ്ക്വയർ ഫീറ്റ് ഏരിയ സ്ഥലം വേണം. അത്യാവശ്യം നല്ല വാട്ടർ അവൈലബിലിറ്റി വേണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് മെഷീനറീസ് ആൻഡ് എക്യൂപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ ഇതുപോലുള്ള സെറ്റപ്പുകളൊക്കെ ഇതിനു വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. ഇതെങ്ങനെ നമുക്ക് ഒരു ലോ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും എന്നതിനെ കുറിച്ച് ചിലപ്പോൾ ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമുക്ക് ഇതിനെ വളരെ ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. അതെങ്ങനെയാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള ഡോർ സ്റ്റെപ്പ് കാർ വാഷിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഡോർ സ്റ്റെപ്പ് കാർ വാഷ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ന് കാറിന്റെ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ദിനം പ്രതി നമുക്ക് പുതിയ പുതിയ കാറിന്റെ ബ്രാൻഡുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാറുകൾ മാർക്കറ്റ് വിപണിയിൽ നിരത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. വീട്ടിൽ ഒരു കാറ് അല്ലെങ്കിൽ വ്യക്തിക്ക് ഒരു കാറ് എന്നുള്ള രീതിയിൽ അത്രത്തോളം കാറ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്വന്തമായിട്ട് കാറുള്ള ഒരാൾക്ക് ഒരുപക്ഷെ സ്വന്തമായിട്ട് കാർ വാഷ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അല്ലെങ്കിൽ അതിന്റെ ഒന്ന് കാർ വാഷ് ചെയ്ത് സ്വന്തമായിട്ടൊരു വാഷിംഗ് നടത്തി അതിനുള്ള ഒരു സമയമോ സാഹചര്യമോ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഡോർ സ്റ്റെപ്പ് കാർ വാഷ് എന്നുള്ള സെറ്റപ്പ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ്? നമുക്കൊരു ബൈക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ വീട്ടിൽ ചെന്ന് അല്ലെങ്കിൽ അവരുടെ വണ്ടി എവിടെയാണോ കിടക്കുന്നത് അവിടെ ചെന്ന് നമുക്ക് അവരുടെ കാറ് വാഷ് ചെയ്ത് കൊടുക്കുന്ന ഒരു സെറ്റപ്പിനെയാണ് ഡോർ സ്റ്റെപ്പ് കാർ വാഷ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം ഒരു കസ്റ്റമേഴ്സിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരെ വളരെ നല്ല രീതിയിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ചെയ്യാൻ കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ക്ലീനിങ് കൊടുത്ത് നല്ല വാഷിംഗ് കൊടുത്ത് നല്ല സർവീസ് കൊടുത്തിട്ട് നമുക്കതിനെ കസ്റ്റമറെ ഹാപ്പി ആക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പിന്നീടും നമ്മളെ വിളിക്കും എന്തായാലും. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് അതൊരു കാർ വാഷിംഗ് സെന്ററിലേക്ക് എത്താനൊരു ബുദ്ധിമുട്ട്, അത് കൊടുന്നു തരാനും അത് എടുക്കാൻ വരാനുമുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അവിടെ പോയിട്ട് നമ്മൾ കാർ വാഷ് ചെയ്ത് കൊടുത്ത് അതും വളരെ ചെറിയ രീതിയിൽ നമുക്ക് കാർ വാഷ് സെന്ററിൽ നമുക്ക് 400 രൂപ അല്ലെങ്കിൽ 350 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്ത് 400-450 രൂപ എല്ലാം കാർ വാഷ് റേറ്റ് ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എമൗണ്ടിൽ നിന്നും മാറ്റി നമുക്ക് അതിൽ 50 രൂപ 100 രൂപ കുറച്ച് നമുക്ക് അവരുടെ വീട്ടിൽ പോയിട്ട് ഒരു സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കസ്റ്റമർ ഹാപ്പിയും അത് നല്ല ക്ലീൻ സർവീസ് ആണെന്നുണ്ടെങ്കിൽ ഒരു സംശയമില്ല, തീർച്ചയായിട്ടും ആ കസ്റ്റമർ വീണ്ടും നമ്മളെ സമീപിക്കും. അപ്പൊ നമ്മളൊരു ഡോർ സ്റ്റെപ്പ് കാർ വാഷ് അതിന് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അത്യാവശ്യം നമുക്കൊരു ബൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ ബൈക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് വേണ്ടത് വളരെ ചെറിയ 2-3 ഐറ്റംസ് ആണ്. ഒന്ന് ഒരു പമ്പ് വേണം, വാട്ടർ പമ്പ്, ചെറിയ രീതിയിലുള്ള വാട്ടർ പമ്പാണ്. അത് നമുക്ക് ഏകദേശം 4000 രൂപ മുതൽ 3500 രൂപ 4000 രൂപ മുതൽ ചെറിയ രീതിയിലുള്ള വാട്ടർ പമ്പ്, വളരെ ചെറിയ വാട്ടർ ഇതിൽ ഉപയോഗിക്കാൻ കഴിയുന്ന വാട്ടർ പമ്പ് അവൈലബിൾ ആണ്. പിന്നെ വാക്വം ക്ലീനർ, അതും നമുക്ക് ഏകദേശം 2500 രൂപ മുതൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ചെറിയ അതിൻ്റെതായിട്ടുള്ള ഷാമ്പു, ഷൈനിങ് ഷാമ്പു, അതുപോലെ വാഷ് ചെയ്യുന്ന ലിക്വിഡ്സ് കാര്യങ്ങളും 1-2 അതിൻ്റെതായിട്ടുള്ള തുണികൾ, ഇത്രയും ഐറ്റംസ് ആണ് നമുക്കൊരു ഏകദേശം 10000 രൂപയിൽ ഉള്ളിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന അതിന്റെ മെറ്റീരിയൽ എക്യൂപ്മെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബൈക്കിൽ അത് വെച്ച് സുഖസുന്ദരമായിട്ട് നമുക്ക് അവിടെ പോയി, നമുക്ക് എവിടെയാണോ വണ്ടി ഉള്ളത് അവിടെ പോയി നമ്മൾ വീട്ടിൽ പോയി നമ്മൾ വാഷ് ചെയ്ത് കൊടുത്ത് നമുക്ക് വളരെ ക്ലീൻ ആയിട്ട് നമുക്ക് വരാൻ കഴിയും. അപ്പൊ ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഒരു ബൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ബൈക്കിലെല്ലാം ഇത് വെച്ചുകൊണ്ട് നമുക്ക് പോയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ചെയ്ത് തിരിച്ചു വരാൻ കഴിയും. അപ്പോൾ നോർമലി അവിടെ 400 രൂപ അല്ലെങ്കിൽ 350 രൂപ മേടിക്കുന്നവർക്ക് നമുക്ക് 250 രൂപ അല്ലെങ്കിൽ 300 രൂപ അതിൽ കുറച്ച് 100 രൂപ 50 രൂപ കുറച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിനെ ചെയ്തു കൊടുത്താൽ നമുക്ക് ഒരിക്കലും അത് നഷ്ടമല്ല. കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് നല്ല സർവീസും കൂടി ആയിക്കഴിഞ്ഞാൽ
അവരും നല്ല ഹാപ്പി ആയിരിക്കും. അവർക്കും അത് ലാഭമായിരിക്കും. കാരണം ഇവിടെ വന്ന് ഒരു സർവീസ് സെന്ററിൽ കൊണ്ടുപോയി ഒരു കാറ് കൊടുത്ത് വാഷ് ചെയ്ത് അവിടെ 400-450 കൊടുക്കുന്നതിനേക്കാൾ ബെറ്റർ നമ്മുടെ വീട്ടിൽ വന്ന് ഒരു കാർ വാഷ് ചെയ്യുന്ന സെറ്റപ്പ് സൗകര്യം അവർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വീണ്ടും അത് ട്രൈ ചെയ്യും. അതിന് ആ ഒരു കസ്റ്റമർ നിങ്ങളെ സമീപിക്കുകയും ചെയ്യും. അപ്പോൾ വളരെ ചുരുങ്ങിയ രീതിയിൽ നമുക്ക് തുടങ്ങാൻ പറ്റിയ ഒരു ബിസിനസ്സാണ് ഡോർ സ്റ്റെപ്പ് കാർ വാഷിംഗ് എന്ന് പറയുന്നത്. ഇതിന് വലിയ രീതിയിലുള്ള മുതൽ മുടക്കോ വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകളോ വേണ്ട, നമുക്ക് സ്ഥലം വേണ്ട, ബിൽഡിങ് കെട്ടണ്ട, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് വലിയ എക്യുപ്മെന്റ്സ് മേടിക്കണ്ട, വലിയ മെഷീൻസ് മേടിക്കണ്ട, വലിയ പമ്പ് മേടിക്കണ്ട, വലിയ ഏരിയ വേണ്ട. ഒരു 5000 സ്ക്വയർ ഫീറ്റ് ഏരിയ അതിന്റെ ആവശ്യമില്ല. ഇത് നമുക്കൊന്നുമില്ല. നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ബൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ ഒരു വാട്ടർ പമ്പ്, ഒരു വാക്യൂം ക്ലീനർ, ഷാമ്പു, അതിന്റെ കാര്യങ്ങളായിട്ടുള്ള ഈ 2-3-4 ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ വീട്ടിൽ പോയിട്ട്, കസ്റ്റമേഴ്സിന് വീട്ടിൽ പോയിട്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ ആ സർവീസ് കൊടുക്കാൻ കഴിയും. അപ്പൊ മറ്റൊരു കാര്യം ഇതിൽ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇതിന് ഒരു ബ്രൗസറോ വിസിറ്റിംഗ് കാർഡ് അടിച്ചിട്ട് നമുക്ക് ഇതിന് സോഷ്യൽ മീഡിയയിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ, നമുക്ക് യൂട്യൂബിലൂടെ ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആഡ് ചെയ്യാൻ കഴിയും. നമുക്ക് ഇതിന്റെ ഔഷറൊക്കെ അടിച്ചിട്ട്, നമുക്ക് വിസിറ്റിംഗ് കാർഡൊക്കെ അടിച്ച് നമുക്ക് ഇതിൽ പരസ്യം ചെയ്യാൻ, പോസ്റ്ററുകളൊക്കെ അടിച്ചിട്ട് നമുക്ക് ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ ഇതിന്റെ പരസ്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് ഡോർ സ്റ്റെപ്പ് കാർ വാഷ് സർവീസ് നമ്മൾ അവൈലബിൾ ആണ് എന്നുള്ള രീതിയിൽ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ട് നമുക്ക് അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കസ്റ്റമേഴ്സ് നമ്മളെ സമീപിക്കും. കാരണം പലർക്കും ഇതിനുള്ള സമയമില്ലാത്തതാണ് നമുക്ക് പ്രശ്നം. നമുക്ക് കാറ് അവർക്ക് കൊടുന്നു തരാനും, അത് വാഷ് ചെയ്യുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്യാനും, അല്ലെങ്കിൽ കാർ എടുക്കാൻ പോകുന്ന സമയം. അപ്പൊ ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ വന്ന് അവര് ഒരു റിസ്ക്കും എടുക്കുന്നില്ല. കാരണം അവർ വീട്ടിൽ ഫ്രീ ആയിട്ട് കിടക്കുന്ന ആ സമയം നോക്കി കസ്റ്റമർക്ക് വിളിക്കാം. ആ സമയത്ത് നമ്മൾ പോയിട്ട് നമുക്ക് കാറ് വാഷ് ചെയ്ത് കൊടുത്ത് വളരെ നല്ല രീതിയിൽ നമുക്ക് അതിന്റെ സർവീസ് കൊടുക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ നമുക്കിപ്പോൾ അതിന്റെ ഒരു ഓട്ടോമാറ്റിക്, നമുക്കറിയാം ഇപ്പൊ കാറിൽ എയർ അടിക്കുന്ന സിസ്റ്റം വന്നിട്ടുണ്ട്, ചെറിയൊരു മോട്ടോർ ടൈപ്പ് സെറ്റപ്പ്. അപ്പൊ അതുകൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ വീട്ടിൽ പോയിട്ട് എയർ അടിക്കുന്ന സെറ്റപ്പ്, ഇപ്പൊ എയർ കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എയർ ഒക്കെ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വെരി ഗുഡ് സർവീസ് എന്നുള്ള രീതിയിൽ കസ്റ്റമേഴ്സ് അതിനെ വിലയിരുത്തും. തീർച്ചയായിട്ടും ആ കസ്റ്റമർ ഒരിക്കലും നമ്മൾ വിട്ട് പോകില്ല. നമുക്കതിൽ ഫ്യൂച്ചറിൽ നമുക്കതിന് ക്ലയൻസ് കൂടുകയാണെന്നുണ്ടെങ്കിലും, ആളുകൾ കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ ഒരു സ്റ്റാഫിനെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇപ്പൊ 2 പേര് 3 പേരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ ടൈമിൽ 2-3 ഓർഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് 3 സ്ഥലത്തും പോയിട്ട് നമുക്ക് സർവീസ് കൊടുക്കാൻ പോയി നമുക്ക് അവർക്കൊരു സാലറി ബേസ് അല്ലെങ്കിൽ ഒരു കമ്മീഷൻ ബേസിൽ നമുക്ക് അവരെ നിർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ക്ലയൻസിനെ ഹാപ്പി ആക്കാൻ കഴിയും. അപ്പോൾ വളരെ ചെറിയ രീതിയിൽ വലിയ സെറ്റപ്പും വലിയ മുതൽ മുടക്കും ഇല്ലാതെ വളരെ ചെറിയ രീതിയിൽ നമുക്ക് തുടങ്ങാൻ കഴിയുന്ന ഒന്നാണ് ഡോർ സ്റ്റെപ്പ് കാർ വാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ ബിസിനസ് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഡോർ സ്റ്റെപ്പ് കാർ വാഷ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമുക്ക് ടേക്ക് കെയർ, ബൈ.